നമസ്കാരം. ഈഴവരുടെ ഉന്നമന ലക്ഷ്യമാക്കി SNDPയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് BDJS. നിലവിൽ പാർട്ടി BJP സഖ്യത്തിന്റെ ഭാഗമാണ്. 10 കൊല്ലം മുമ്പാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറും എന്ന അവകാശവാദവുമായാണ് BJPയുടെ ഭാഗമായി മാറിയത്. എന്നാൽ നിലവിൽ പാർട്ടിയുടെ അസ്തിത്വം തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് BDJS. ഈ ഒരു സാഹചര്യത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി മാറുകയാണ്. BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് BDJSന് ഇടതു മുന്നണിയിൽ ഉൾപ്പെടുത്താൻ CPM മുൻകൈയെടുക്കും എന്ന അഭ്യൂഹങ്ങളും സജീവമാണ്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നണി മാറ്റത്തിന് പച്ചക്കൊടി കാണിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പരക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന്റെ വോട്ട് വിഹിതത്തിൽ വൻ ചോർച്ചയുണ്ടായി. ഇതിനെ തുടർന്നാണ് BDJSന് ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പരമ്പരാഗതമായി CPMന്റെ വോട്ട് ചെയ്യുന്നവരാണ് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ. കേരള ജനസംഖ്യയിൽ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണ് ഈഴവർ. മലബാറിൽ തീയർ എന്നറിയപ്പെടും. OBC വിഭാഗത്തിൽപ്പെടുന്ന ഈ ജനസംഖ്യയുടെ ഏതാണ്ട് 23% വരുന്നവരാണ്. BDJS BJPയുടെ ഭാഗമായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈഴവ സമുദായക്കാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കൂടുതലായിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഈഴവ വോട്ടുകൾ കുത്തൊഴുകിയാണ് BJPയിലേക്ക് എത്തിയത്. 2019 ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആരിഫിന്റെ വോട്ട് 40.96 നിന്നും ഇത്തവണ 8.7 ആയി ചുരുങ്ങി. 1 ലക്ഷത്തിലധികം വോട്ടുകൾ ആണ് ഇക്കുറി കുറഞ്ഞത്. കൂടാതെ BJP സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ 28% വോട്ട് ഇപ്രാവശ്യം നേടുകയും ചെയ്തു. ഡോക്ടർ KS രാധാകൃഷ്ണൻ 2019 ഈ സ്ഥാനത്ത് നേടിയത് വെറും 17.24%. സംസ്ഥാന വ്യാപകമായി കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചതിന് പിന്നിലെ കാരണം ഈഴവ വോട്ടുകളുടെ അനുകൂല നയമാണെന്ന് വിലയിരുത്തൽ. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും പലയിടത്തും BJP തന്റെ ശക്തി തെളിയിച്ചു. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുടെ ബൂത്തായ ധർമ്മടത്ത് പോലും 115 വോട്ടുകൾ നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം മുന്നേറ്റങ്ങൾ കേരളത്തിലുടനീളം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ ഈഴവ കോട്ടകളുടെ ഗണ്യമായ ഒഴുക്കാണെന്ന് നമുക്ക് തികച്ചും വിശ്വസിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ട് പകച്ചു നിൽക്കുന്ന CPMന് BDJSന്റെ മുന്നണി മാറ്റം എന്ന വാർത്ത സത്യമാണെങ്കിൽ വളരെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും അലയടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ ചുറ്റുപാടിൽ ഇത്തരമൊരു പാർട്ടി തങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ അതൊരു ബഹുഭൂരിപക്ഷ നേട്ടം ആയിരിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന BDJS ജില്ലാ കമ്മിറ്റിയാണ് NDA മുന്നണി വിടണം എന്ന പ്രമേയം പാസാക്കിയത്. ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുവാനും തീരുമാനമെടുക്കാനുമായി BDJS സംസ്ഥാന കമ്മിറ്റി അടിയന്തര യോഗം വിളിച്ചിരുന്നു. BJPയെ പിണക്കി മറുകണ്ഠം ചാടുന്നതിനോട് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആദ്യമേ തന്നെ താല്പര്യക്കുറവുണ്ട്. അദ്ദേഹം മുന്നണി മാറ്റത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഏവരും ഉറ്റുനോക്കുന്ന വിഷയമാണ്. എന്നാൽ ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തെ നേതൃത്വം ക്യാമ്പിൽ ഉയർന്നത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും NDA വിടില്ലെന്നും പ്രതികരിച്ചു. കമ്മിയോ പാർട്ടിയോ വെട്ടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് തന്നെയാണ് ദോഷമെന്നും ഇരു മുന്നണികളിൽ നിന്നും BDSന് ക്ഷണം ഉണ്ടെന്നും തുഷാർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ജാതി സെൻസസ് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഈ ഒരു കാര്യത്തോട് BJPയുടെ നിലപാടിനോട് യോജിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് തീർച്ചയായും നടപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് താനെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായിരുന്നാലും BDJS NDAയോടൊപ്പം തുടരുമോ, CPMന് ഒപ്പം മറുവശത്തേക്ക് മുന്നണി മാറുമോ എന്നുള്ളത് കണ്ടറിയാം. അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ നയമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പാർട്ടി അനുകൂലിച്ചില്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്കുള്ള കാൽമാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ കേരളത്തിൽ വരുന്നിടങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാം.